മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗാണ്. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിങ്ങിൽ പ്രിയങ്ക ഗാന്ധി അടക്കം ഓൺലൈനിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ആ കാഴ്ചപ്പാടുകൾ മുഴുവൻ ഞങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന്, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവർ ഓൺലൈനായി പങ്കെടുത്ത അതിപ്രധാനമായിട്ടുള്ള യോഗം നടന്നു. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗാണ്. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിങ്ങിൽ പ്രിയങ്ക ഗാന്ധി അടക്കം ഓൺലൈനിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ആ കാഴ്ചപ്പാടുകൾ മുഴുവൻ ഞങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ അവസാനം ഞാൻ പറഞ്ഞല്ലോ, അവസാന ബോഡി കിട്ടിയതായ ആ ദിവസം വൈകുന്നേരം മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശമാണ്. ഞാനത് ഓപ്പണായി പറയാം. അടിയന്തര സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശമാണ്. അവർ പറഞ്ഞ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃത്യതയോടുകൂടി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒന്ന്. രണ്ട്, വിക്രം റാണയുടെ ബോഡി അവസാനം കിട്ടി. വിക്രം റാണയുടെ അടുത്ത ബന്ധുവായ അങ്കുഷ് ആ പത്രക്കാരോട് പറഞ്ഞ വാക്കുണ്ട്. ഞാൻ നന്ദി പറയുന്നു. ആരോടൊക്കെയാണ്? ഒന്ന്, കേരള ഗവൺമെൻറ്റിനോട്. രണ്ട്, പ്രിയങ്ക ഗാന്ധിയോട്. മൂന്ന്, കേരള മുഖ്യമന്ത്രി. അങ്ങനെ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളെ ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ NDRF ഉൾപ്പെടെ SOG ഉൾപ്പെടെ ഫയർ ആൻഡ് സേഫ്റ്റി ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറഞ്ഞു. എന്തിനാ പ്രിയങ്ക ഗാന്ധിയോട് നന്ദി പറയുന്നത്? പ്രിയങ്ക ഗാന്ധി ആ വിക്ടിംസായ ആളുകളോട് വരെ ഇൻട്രാക്ട് ചെയ്തു പോയി എന്നുള്ളതുകൊണ്ടാണ്. ഓരോ കാര്യത്തിലും ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഒരാളുടെ ഇടപെടൽ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, ഒരാളുടെ ഇടപെടൽ വിദൂരതയിൽ നിന്നാണെങ്കിലും ദൂരെ നിന്നാണെങ്കിലും സമഗ്രമായി ഇടപെടുക എന്നുള്ളതാണ്, റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ റിസൾട്ട് കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, വിദൂരത എന്നുള്ളത് നെഗറ്റീവായി കണ്ട. അല്ല, ആ ചോദ്യത്തിന് ഇപ്പോൾ ആധുനിക സംവിധാനം ഉള്ള സമയത്ത് കലക്ടറേറ്റിലെ മീറ്റിങ്ങിലും ഞങ്ങൾ ഇന്റേണൽ മീറ്റിംഗ് ചെയർ ചെയ്യുന്ന സമയത്തും ഇവർ നേരിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം തരിക. ദൂരമല്ലല്ലോ, നേരിട്ട് നിർദ്ദേശം തരുമല്ലേ. ആ നിർദ്ദേശം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലേ? എന്താ പ്രശ്നം? ഞാൻ പറയട്ടെ, മരിച്ച കുടുംബത്തിനില്ലാത്ത പ്രശ്നം എവിടുന്നാ? ഞാൻ പറയാം മരിച്ച കുടുംബം ദുരന്തത്തിൽ മരിച്ച കുടുംബം, കൃത്യമായിട്ട് പറയാം, ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിനില്ലാത്തതായ പരാതി, അത് എവിടുന്നാ പരാതി? ഏതാ? പ്രിയങ്ക ഗാന്ധി സമയാസമയം വരുന്നുണ്ട്, അവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. CSR ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്, അവരുടെ MP ഫണ്ടുണ്ട്. കേരളത്തിൽ ഭരണം കിട്ടിയപ്പോൾ ഗോത്ര സർവകലാശാല ഉൾപ്പെടെയുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനുള്ളതായിരിക്കുന്ന ഇടപെടലുകൾ നടത്തി. ഇപ്പോൾ ഞങ്ങളുടെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ഇഷ്യൂ ഉൾപ്പെടെ എല്ലാത്തിലും ഇടപെട്ട് അവർ മാർഗനിർദ്ദേശം നൽകുക, അവർ ലീഡർഷിപ്പ് എടുക്കുക. അവിടെയുള്ളതായിരിക്കുന്ന ആളുകൾക്കോ മറ്റുള്ള ആളുകൾക്കോ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. ഏതാ? രക്ഷാപ്രവർത്തനം നടത്തേണ്ട സിസ്റ്റം ഏകോപിപ്പിക്കേണ്ട ചുമതല അവിടെ നന്നായി നടന്നു. അത് സ്റ്റേറ്റ് ഗവൺമെന്റാണ് അത് ചെയ്യേണ്ടത്. ഒന്ന് പറയട്ടെ, നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റാണ് അത് ചെയ്യുന്നത്. രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. എല്ലാ കാര്യത്തിലും സമഗ്രമായി ഇടപെട്ടു. ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരേണ്ടതായ ആൾ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ എല്ലാ മാർഗനിർദ്ദേശവും തന്നിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശവും ഇടപെടലും. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയോ? ഈ വന്ന ബന്ധുക്കളുടെ താമസം ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി നേരിട്ട് അന്വേഷിച്ചു. ഓരോ കാര്യം വെറുതെയാണോ? 6ാമത്തെ ദിവസം വിക്രം റാണ പ്രോജക്റ്റ് മാനേജറുടെ ബോഡി കണ്ടെത്തി കഴിഞ്ഞ് ആ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് പത്രക്കാരോട് അവരുടെ റിലേറ്റീവ് സംസാരിക്കുമ്പോൾ പ്രിയങ്ക മാമിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ? അത് അവരുടെ പോസിറ്റീവ് ഇന്റർവെൻഷനാണ്. ആ പോസിറ്റീവ് ഇന്റർവെൻഷനാണ് വയനാടിന്റെ കരുത്ത്. ഞാൻ പറഞ്ഞല്ലോ, വയനാടിന്റെ ഇപ്പോൾ ഗോത്രവർഗ മ്യൂസിയം ഒരു ചെറിയ സംഭവമാണോ? വയനാട്ടിലെ 80% പോപ്പുലേഷനാണ്. ഇൻഡിജിനസ് നോളജസും മറ്റുള്ളതായിരിക്കുന്ന വലിയതായിരിക്കുന്ന ഒരു മാതൃകയായിട്ടുള്ള ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് മാറാൻ പോവുക. ആ കൺസെപ്റ്റ് കൊണ്ടുവന്ന് അത് മന്ത്രിയായിട്ട് സംസാരിച്ച് ഓപ്പറേറ്റ് ചെയ്തു. ഓരോ കാര്യങ്ങൾ ഞാൻ എണ്ണി പറയുന്നില്ല.
ഞങ്ങൾ വയനാട്ടുകാർക്ക് ഒരു താങ്ങും തണലുമാണ്. അവരുടെ സാന്നിധ്യവും അവരുടെ നേതൃത്വവും. അത് മലീമസമാക്കാനും അതിനെ ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചാലും അതിനൊന്നും ഞങ്ങളാരും വഴങ്ങൂല, വയനാട്ടുകാരും വഴങ്ങൂല.